നിങ്ങൾ ഈ കാണാൻ പോകുന്ന വീഡിയോയുടെ സ്പോയിലർ പറയാനാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്മിക്കെതിരെ നടപടി എടുത്തില്ല, അല്ലെങ്കിൽ അവരോട് വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞില്ല എന്നുള്ള കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു എപ്പിസോഡാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 41ാമത്തെ ദിവസം. കാരണം ലക്ഷ്മിയെ ഈ പ്രശ്നമുണ്ടാകുന്ന അതേ ദിവസം സ്പോട്ട് എവിക്റ്റ് ചെയ്ത് വിടേണ്ട വിഷയമാണെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെ സ്പോട്ട് എവിക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അത് ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിക്കുന്ന, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന, ഒരുപാട് ആറ്റിറ്റ്യൂഡ് ചേഞ്ചുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു വലിയ കാര്യമാണ്. ലാലേട്ടനെ മാത്രമല്ല, ഇന്ന് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ ഓഡിയൻസായി, അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഓഡിയൻസ് ഉണ്ടല്ലോ, അവരും വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരൊരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത് അതൊരു ഭയങ്കര സംഭവമാണ്. മാതൃകാപരം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറം വേറെ പലതുമാണ്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 41ാം ദിവസം ഈ കഴിഞ്ഞു പോകുന്ന ആഴ്ചയിലെ കാര്യങ്ങളും അതുപോലെ ഇന്ന് നടന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ അവർ കാണിക്കാറുണ്ട്. അങ്ങനെ കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒനിയിലും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ലക്ഷ്മി ഞാൻ ആരോടും സോറി പറയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ വരാൻ സാധ്യതയുള്ള ഒരു വലിയ പണിയെ മുൻനിർത്തിക്കൊണ്ട് താൻ പറഞ്ഞത് തെറ്റാണെന്ന്, എനിക്ക് അവർക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടാണെന്നൊന്നും തോന്നുന്നില്ല, പക്ഷേ ഒരു പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒനീലിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയൊരു സോറി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സോറി പറച്ചിലും അവരുടെ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും ഒന്നും എനിക്ക് ഒരു അപ്പോളജൈസിങ് പരിപാടിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിവേ, ഒനീൽ അത് ഹാൻഡിൽ ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അയാൾ തന്നെ പറഞ്ഞ പോലെ ഒരാളുടെ ക്യാരക്ടറിനെ, ഒരാളുടെ കരിയറിനെ ഒക്കെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വളരെ മോശം കാര്യമാണ് ലക്ഷ്മി അന്ന് ചെയ്തത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ചെന്ന ഒനീലിനെ അപമാനിക്കുക വരെ അവർ ചെയ്തു. എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ദിവസമല്ലേ, അങ്ങനെ ചിലപ്പോൾ പുറത്ത് വരില്ലായിരിക്കും എന്നൊക്കെ തോന്നിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ദിവസമാണ് അവരിതിന് സോറി പറയാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ മുട്ടുമടക്കി അല്ലെങ്കിൽ നടുവളച്ചു എന്നുള്ളത് വേറെ ആരും അറിയണ്ട എന്ന് പറയുന്ന ഒരു ഉദ്ദേശവും അതിലുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്കൊരു തരത്തിലും അതിലൊരു അപ്പോളജൈസിങ് ഫാക്ടർ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാവുന്നത് എല്ലാം കഴിഞ്ഞ് മസ്താനിയുമായി അവർ നടത്തുന്ന ഒരു കോൺവെർസേഷനാണ്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗെയിം എന്നാണ് അവർ പറയുന്നത്. എല്ലാം അവർ ഒരു ഗെയിമായിട്ട് മാത്രമാണ്. ആ ഗെയിമിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ തൽക്കാലം ഒനീലിനെ സൈലൻ്റ് ആക്കാൻ വേണ്ടി മാത്രം പറയുന്നൊരു കാര്യമാണ്. നാളെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ഒനീലിന് ഈ കാര്യം പറഞ്ഞ് ലക്ഷ്മി കുത്തുമെന്നുള്ള കാര്യം അവർ ഇതുവരെ ആ ഗെയിമിൽ തുടരുന്ന ആറ്റിറ്റ്യൂഡ് വെച്ചത് കൺഫേമാണ്. എന്തായാലും ഒനീൽ അതിന് കൊടുത്ത മറുപടി അതെനിക്ക് ഗംഭീര മറുപടിയായിട്ട് തോന്നി. നിങ്ങളൊരു വല്ലാത്ത ജഡ്ജ്മെൻ്റൽ പേഴ്സണാണ്. നിങ്ങൾക്ക് പുരുഷന്മാരോടുള്ള ഒരു ഹെയ്റ്റ് ഉണ്ട്. നിങ്ങളൊരു മിസാൻഡ്രിസ്റ്റാണ്. ഐ ഡോണ്ട് നീഡ് യുവർ സോറി. എനിക്ക് നിങ്ങളുടെ മാപ്പ് വേണ്ട. എനിക്കത് അവിടെ തെളിയിക്കണം. അതിനുശേഷം നമുക്ക് സോറിയെ പറ്റി സംസാരിക്കാം എന്നുള്ളതാണ്. അത് അയാൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ടാകും. ആൻഡ് അയാൾ എത്രത്തോളം ഒരവസ്ഥയെ ഫേസ് ചെയ്തിട്ടുണ്ടാവണം. മനുഷ്യർ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം തറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയെ കൂടി അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അവരൊരു സുപ്രഭാതത്തിൽ സ്ട്രോങ് ആയതല്ല. അവർക്ക് നേരിട്ടുള്ള അനീതിക്കെതിരെ പ്രതികരിക്കാൻ ശക്തമായ തീരുമാനമെടുത്ത് പോരാട്ടം ആരംഭിക്കുമ്പോഴാണ് അവരുടെ സ്ട്രെങ്ത് പുറത്തു വരിക. ഒനിയിൽ അയാൾക്ക് നേരിട്ടിട്ടുള്ള ഒരുപക്ഷെ ഈ 42 വയസ്സിനിടയിൽ അയാൾ നേരിട്ട ഏറ്റവും വലിയ അനീതിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അയാൾ ആദ്യം ഒന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾ ബിഗ് ബോസിൻ്റെ അടുത്ത് കൺഫെഷൻ റൂമിൽ കയറുമ്പോൾ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുന്ന് അയാൾ ഉയർത്തെണീറ്റത് അത് ഒരു സോറി പറയുമ്പോഴേക്കും എന്നാൽ പിന്നെ സാരമില്ല കുഞ്ഞ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇഫ് യു തിങ്ക് യു ക്യാൻ മെൻ്റലി ബ്രേക്ക് മീ യു കാൺട്ട് എന്നാണ് ഒനീൽ ലക്ഷ്മിയോട് പറയുന്നത്. സത്യം പറയാലോ, ഒന്ന് കയ്യടിക്കാനൊക്കെ തോന്നിയ ഒരു ഡയലോഗായിരുന്നു അത്. എന്തായാലും അത് കഴിഞ്ഞ് ലക്ഷ്മി അക്ബറിനോട് ചെന്ന് പറയുന്നുണ്ട് 100% തെറ്റെൻ്റെ ഭാഗത്താണ്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇമോഷണലി എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്തു പോയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഗെയിം പ്ലാൻ അല്ലത്രേ. അപ്പോൾ അക്ബർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ലക്ഷ്മി വോയിസ് റേസ് ചെയ്യുന്നത് ആണുങ്ങൾക്കെതിരെ മാത്രമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്നതിനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് മസ്താനിയും ലക്ഷ്മിയും തമ്മിലുള്ള കോൺവെർസേഷൻ വരുന്ന സമയത്ത് ഞാൻ സോറി പറഞ്ഞത് ഞാൻ അങ്ങനെ ആ സമയത്ത് ജഡ്ജ്മെൻ്റലായി എന്നുള്ളതിന് മാത്രമാണ്. മസ്താനി പറഞ്ഞ കാര്യം എന്തായാലും പിൻവലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്, അതായത് ഒനീൽ ഇതിങ്ങനെ മോശമായി പെരുമാറി എന്നുള്ളതിനെ അതുപോലെ തന്നെ സ്ഥാപിക്കാൻ ലക്ഷ്മി ശ്രമിക്കുന്നുണ്ട്. ഇതൊരു ഗെയിമാണ് എന്നും പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ മാപ്പ് പറച്ചിൽ നാടകം? വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോഴേക്കും ഞങ്ങളത് പറഞ്ഞ് സോൾവ് ആക്കി ലാലേട്ട എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അങ്ങനത്തെ ചില ശ്രമങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നുണ്ട്. അനുമോളുടെ ഭാഗത്ത് നടക്കം അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഒഴിവാക്കൽ ശ്രമം മാത്രമായിട്ടാണ് ലക്ഷ്മിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മാത്രമാണ് ഈ മാപ്പ് പറച്ചിലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ലാലേട്ടൻ ലക്ഷ്മിയുടെ വിഷയത്തിലേക്ക് കടക്കുന്നത് അത് കുറച്ച് ചുറ്റിയാണ്. അക്ബറുമായിട്ടായിരുന്നല്ലോ വഴക്ക്, എന്താണ് വഴക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി അതിനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. എന്തായാലും ലാലേട്ടൻ ആ വിഷ്വൽ എല്ലാവർക്കും വേണ്ടി പ്ലേ ചെയ്തു. കാരണം അന്ന് ആ ഒരു പരിപാടി അവിടെ അരങ്ങേറുമ്പോൾ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന്
കേട്ടാൽ അറയ്ക്കുന്നത്, മനുഷ്യത്വ വിരുദ്ധം എന്നൊക്കെ ഉറപ്പിച്ച് പറയാവുന്ന ആ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ എന്താണ് ലക്ഷ്മി പറയുന്നത് എന്നുള്ളത് കേട്ടിരിക്കും എന്നാണ് ആസ് പ്രേക്ഷകർ നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ അവിടെയുള്ളവർ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്നും എന്തുകൊണ്ട് ആരും പ്രതികരിക്കാതെ ഇരുന്നു എന്നുള്ളതും തീർച്ചയായും നമ്മളും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിന് വേണ്ടി തന്നെയായിരിക്കും ലാലേട്ടൻ ആ വിഷ്വൽ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടുള്ള ആ ബിഗ് ബോസ് ഹൗസിലിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അത് അപ്പോഴാണ് കാണുന്നത്, അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഈ വിഷ്വൽ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അക്ബർ പറഞ്ഞത് നിൻ്റെ കൈ കയറി പിടിച്ചില്ലല്ലോ, മടി കയറി ഇരുന്നല്ലോ എന്നുള്ളത് അതൊരു വലിയ കുറ്റം പോലെ ലക്ഷ്മി അവതരിപ്പിക്കുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അത് ചോദിച്ചല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ വിഷ്വൽ പ്ലേ ചെയ്യുന്നത്. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിതിൽ ആരെയാണ് ഉദ്ദേശിച്ചത്? ലക്ഷ്മി അതിൽ പറഞ്ഞിട്ടുള്ള അതേ ഡയലോഗുകൾ, സമൂഹത്തിൽ പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത ആളുകൾ, നിൻ്റെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചത് ആരെയാണ് എന്നുള്ളതാണ്. ലാലേട്ടൻ്റെ ബോഡി ലാംഗ്വേജിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ, ശബ്ദം കയറി ഇറങ്ങി വരുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും, അതായത് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നമ്മളിവിടെ ഒരു ആർട്ടിസ്റ്റോ ഹോസ്റ്റോ ഇതൊന്നുമല്ല, ആക്ച്വലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ളതാണ്, അതിനിടയിൽ സ്നേഹവും അതിനോടൊപ്പം തന്നെ വെറുപ്പും കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളെയും കണ്ടിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ആളുകളെ അവരെ മനുഷ്യരായി ട്രീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ രീതിക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്തോ വലിയ അപരാധമാണെന്ന് പറഞ്ഞ് ആക്രമിക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ തിരിച്ചറിയാനും പ്രതികരിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും കാണും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന അമർഷമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ലാലേട്ടൻ്റെ അമർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസ് ഹോസ്റ്റിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം കുറച്ച് പേഴ്സണലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഗെയിം പുറത്തുനിന്ന് കണ്ടാണ്, അതായത് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കിത് യോജിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ, കാര്യം ലക്ഷ്മി തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്, എനിക്ക് ഇത് നോർമലൈസ് ചെയ്യുന്നതിൽ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരരുതായിരുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കുമ്പോഴും ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം മാത്രം ലക്ഷ്മി പറയുന്നില്ല. നിങ്ങളിത് പറഞ്ഞേ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ലക്ഷ്മി മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇവിടെ ജോലി ചെയ്യാതിരിക്കുന്നത്? നിങ്ങളത് പറയൂ, നിങ്ങൾ പേര് പറയൂ, ആരാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ എന്നൊക്കെ ലാലേട്ടൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും ലക്ഷ്മി നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, ലക്ഷ്മിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സത്യം പറയട്ടെ, എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും എനിക്കതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഞാനിത് പറയും, ഞാനിങ്ങനെയാണ് എന്ന് പറയുന്ന എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു മുറിക്കകത്ത് ലക്ഷ്മിയോടൊപ്പം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേ മൂലയ്ക്ക് ഒരു കസേരയിട്ടിരിക്കുകയാണെങ്കിലും പേടിക്കേണ്ടിയിരിക്കുന്നു. ആൻസർ ചെയ്തേ പറ്റൂ. എനിക്കിതിനൊന്നും സമയമില്ല. അവിടെ ആർക്കും ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ലാലേട്ടൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം മാറുന്നുണ്ട്. അവിടെ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും സംസാരിക്കാനൊക്കെ സമയമുണ്ടല്ലോ, ഒരുപാട് ശബ്ദമുണ്ടല്ലോ, ഇത് ആർക്കും മനസ്സിലായിട്ടില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരും ചോദിക്കുന്നത്. മിണ്ടിയതിനും നിന്നതിനും നടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ അവിടെ വഴക്കാണ്. ഇവിടെ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. രണ്ട് മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തിനെ അവരെ സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരാളും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല, ഒരാളും ശബ്ദിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും ലക്ഷ്മി അങ്ങനെ വടി പോലെ നിൽക്കുകയാണ്. ഇതും കൂടി കണ്ടു കഴിയുമ്പോൾ ലാലേട്ടൻ ആ ടീമേറ്റ്സിൽ ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അനീഷിനോട് ചോദിച്ചു, അഭിലാഷിനോട് ചോദിച്ചു. അഭിലാഷാണ് പറഞ്ഞു വരുന്നത് മസ്താനിയും ലക്ഷ്മിയും കൂടി എൻ്റെ അടുത്ത് ഈ വിഷയം മുമ്പ് സംസാരിക്കാൻ വന്നിട്ടുണ്ടെന്ന്. അതിൽ ഇങ്ങനൊരാൾ സ്വന്തം വീട്ടിലാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിർത്തില്ല, ഇറക്കി വിടും എന്ന് മസ്താനി പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് അഭിലാഷ് അപ്പോഴാണ് പറയുന്നത്. അഭിലാഷ് പറയുന്നതും കൂടി കേൾക്കുമ്പോൾ ലാലേട്ടൻ മസ്താനി എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. മസ്താനിക്ക് എന്താണ് കുഴപ്പം മസ്താനി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനു മുമ്പും ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മസ്താനിയോട് ലാലേട്ടൻ സംസാരിച്ച് തുടങ്ങുമ്പോഴും അതുപോലെ മസ്താനിയും ലക്ഷ്മിയും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഓരോ സ്ഥലങ്ങളിലും ലാലേട്ടൻ്റെ ഈ ഒരു ദേഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. മസ്താനി പറയുന്നത് ലക്ഷ്മി ഈ പറഞ്ഞൊരു കോൺവെർസേഷൻ, അതായത് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ് എന്ന് അവരോട് പറയുന്നതിന് പകരം അക്ബർ ത്രൂ പറഞ്ഞ കാര്യം അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആദിലയുടെ മുഖം മാറിയതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നൂറ് എണീറ്റ് എന്നൊരു കാര്യം പറയുന്നത്. ഇത് ഫാക്ടറി ടാസ്ക് നടക്കുന്ന സമയത്ത് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നൂറ് പറയുന്നത് ആദില മസ്താനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മസ്താനി പറഞ്ഞത്രേ, നീ ആദ്യം പോയി നിന്നെ മാറ്റിയിട്ട് വരാൻ. എന്തായിരിക്കും അവിടെ മസ്താനി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതായത് ആദില ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ ബാക്കി എന്താണ് അവരിൽ മാറ്റാൻ മസ്താനിക്ക് കണ്ടെത്താനുള്ളത്? അത് അവരുടെ സെക്ഷുവാലിറ്റിയാണ്.
അത് നീ മാറ്റിയിട്ട് വരണം, എന്നാലേ നീ ഇവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ, എന്നാലേ നിനക്കിവിടെ സംസാരിക്കാൻ അവകാശമുള്ളൂ എന്നൊക്കെ ഇതുപോലൊരു ഷോയിൽ പോയിരുന്ന് ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയാൻ എങ്ങനെയാണ് അവർക്കൊക്കെ പറ്റുന്നത്? പക്ഷേ മസ്താനി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഗെയിം മാറ്റണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ നൂറ തിരിച്ച് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ നിന്നെ മാറ്റിയിട്ട് വരാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത്, ഞാൻ ലക്ഷ്മിയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു, ലക്ഷ്മി പറഞ്ഞതൊന്നും എൻ്റെ ചെവിയിലേക്ക് കയറിയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു നല്ല ന്യായീകരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അക്ബർ. രണ്ട് മനുഷ്യരെ വേദനിപ്പിച്ചതാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനെ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവരതിനെ മിസ്യൂസ് ചെയ്തു. ബാക്കി എല്ലാം കേട്ടു, പക്ഷേ ഇത് മാത്രം കേട്ടിട്ടില്ല എന്ന് അക്ബർ പറയുന്നത് അതൊരു നല്ല ന്യായീകരണമല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര നിരുത്തരവാദപരമായ ഒരു സമീപനമായിപ്പോയി. ഒനിയലും പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്, ഇത് ഇങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ച് വീണ്ടും ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത്. ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ്. അതിന് ലാലേട്ടൻ കൊടുക്കുന്ന മറുചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്തിനാ? അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നത്, നിങ്ങളുടെ ചിലവിലല്ലല്ലോ ജീവിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. നിങ്ങളുടെ ചിലവിലല്ലല്ലോ ജീവിക്കുന്നത്, അപ്പം നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ ജീവിതം മാറ്റണമെന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അത് കഴിഞ്ഞാണ് എന്തുകൊണ്ട് ലാലേട്ടൻ ഇവിടെ ഉള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ കയറ്റുമല്ലോ അവരെ എൻ്റെ വീട്ടിലേക്ക്, അവരെൻ്റെ വീട്ടിലോട്ട് വരട്ടെ, ഞാൻ കയറ്റുമല്ലോ എൻ്റെ വീട്ടിലേക്ക് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആ പറയുന്നത് മലയാളത്തിൻ്റെ മോഹൻലാലാണ്. മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ ചേട്ടനും സുഹൃത്തും വേറെ ആരൊക്കെയോ ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ലാലേട്ടനാണ്. അയാളാണ് പറയുന്നത്, നൂറയും ആദിലയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റും, അവരെ മാറാൻ ഞാൻ പറയില്ല, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് ഒരു ഓഡിയൻസിൻ്റെ കയ്യടിയുണ്ട്. ഒരു ഗംഭീര സിനിമയുടെ ക്ലൈമാക്സ് കാണുന്ന പോലെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. ശരിക്കും ലക്ഷ്മിയെ സ്പോട്ട് എവിക്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ എണീപ്പിച്ച് നിർത്തിയിട്ട് ലക്ഷ്മി പൊക്കോളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു ഷോയിൽ തുടരാൻ അർഹയല്ല എന്ന് പറഞ്ഞാലൊക്കെ, അങ്ങനെയൊക്കെ പറയണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാമൂഹികമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ലാലേട്ടൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പറ്റും. സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ല ഇവളുമാർക്കൊക്കെ എന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞത്. നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്? ഞങ്ങൾക്കാർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് ലക്ഷ്മി കേൾക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി കേൾക്കുന്നേ ഉള്ളൂ, അങ്ങനെ നിൽക്കുകയാണ്. ആദിലയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് കേട്ടില്ലെന്ന്. കാര്യം ആദിലയുടെ മുഖം മാറുന്നത് നമ്മൾ ആ ഒരു വീഡിയോ ക്ലിപ്പിൽ കാണുന്നുണ്ട്. ഗെയിം കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലേക്ക് ഇരിക്കുകയായിരുന്നു, അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ആദില പറയുന്നത്. നിങ്ങൾ കോടതിയിലൊക്കെ പോയതല്ലേ, എന്ത് മോശമായിട്ടാണ് നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത് എന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആദില, നൂറ, നിങ്ങൾക്കിവിടെ ഇമോഷണലായി പ്രതികരിക്കാം, നിങ്ങൾക്കതിനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് ലാലേട്ടൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ്. പക്ഷേ അവരിരുവരും വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും അക്യൂസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും അല്ല ചെയ്തത്. നൂറ് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു, ആദില സ്ട്രോങ് ആയി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരൊരു കപ്പിളായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എന്താ വഴക്ക്, ആ വഴക്കൊന്നും ഇല്ലാതെ നല്ല സൗഹൃദത്തിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അവരെ ഇരുത്തുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നോക്കുമ്പോൾ ലാലേട്ടൻ നമ്മളോട് എല്ലാവരോടും പറയാണ്, അവരങ്ങനെ തുടരണം, അവർ സ്നേഹിച്ച് ജീവിക്കണം, അവരെ ആസ് എ കപ്പിൾ. നെവിൻ പറയുന്നുണ്ട്, ഞാൻ അവരെ ലെസ്ബിയൻ കപ്പിളായിട്ടല്ല കാണുന്നത്, ഞാൻ അവരെ കപ്പിളായിട്ടാണ് കാണുന്നത്, അവർ സ്നേഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആര്യൻ പറയുന്നുണ്ട്, നമ്മൾ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളൊക്കെ കാണുന്ന സമയത്ത് വളരെ ഇമ്മച്ചുവറായി ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആര്യൻ പോലും പറയുന്നത്, ലാലേട്ട ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, നോർമലൈസ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യാണ്, അവരിവിടെ എക്സിസ്റ്റ് ചെയ്യാണ്, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത്? നിങ്ങളോട് ഒരാൾ ജീവിക്കരുതെന്ന് പറയുന്നുണ്ടോ? നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? അല്ലാത്ത പക്ഷം നിങ്ങൾ ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക. കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും മരിച്ചു പോകും. ആ ഉള്ള സമയം പരസ്പരം സ്നേഹം കൊടുക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലേ. ലാലേട്ടൻ്റെ ചോദ്യത്തിന് ആദില കൊടുക്കുന്ന മറുപടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇവർ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് പല ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അഭിലാഷിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ അക്ബറിനോട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഇട്ട് പ്രേക്ഷകരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഈ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ നേരിട്ട് വന്നിട്ടില്ല എന്നാണ് ആദില പറയുന്നത്. അഭിലാഷിനോട് റെസ്പെക്റ്റ് തോന്നി പോകുന്നത് അയാൾ അതിനെക്കുറിച്ച് ലാലേട്ടന് കൊടുക്കുന്ന മറുപടിയാണ്, ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല, ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും, എനിക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴും മസ്താനി പറയുന്നത്, എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേട്ടില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ്. അഭിലാഷ് മസ്താനിയോട് ഈ ചോദ്യം കുറച്ച് മുമ്പ് ചോദിച്ചപ്പോഴാണ് മസ്താനി ഈ കാര്യം പറയുന്നത്, എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ നിർത്തില്ല, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, ഇറക്കി വിടും എന്നുള്ളത്. അത് അഭിലാഷ് പറയുന്ന സമയത്ത് മസ്താനി ന്യായീകരിക്കാൻ ഒരു എണീറ്റ് നിൽക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു കൈപൊക്കൽ ശ്രമമുണ്ട്. അവിടെ ലാലേട്ടൻ പറയുന്നത്, മസ്താനി അവിടെ ഇരിക്കൂ, ഞാൻ സംസാരിക്കും മസ്താനിയോട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ന്യായീകരിക്കേണ്ട, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങളുടെ ഭാഗത്തുണ്ടായത് മിസ്റ്റേക്കാണ്, ആ മിസ്റ്റേക്കിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, അത്രേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ഇതിനകത്തൊന്നുമില്ല. തെറ്റ് ചെയ്തത് രണ്ട് മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മനുഷ്യരാണവർ. ഈ കാര്യത്തിൽ അവരെടുക്കുന്ന ആറ്റിറ്റ്യൂഡും അതിലവർ പിടിച്ചു നിൽക്കുന്ന നിപ്പും കാണുമ്പോൾ എനിക്ക് മസ്താനിയും ലക്ഷ്മിയൊന്നും
ഒരു മനുഷ്യർ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കിത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് മസ്താനി പറയുമ്പോൾ നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളിൽ നിക്ഷിപ്തമാണ്. ബാക്കിയുള്ളവർ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറയരുത്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ ബാക്കിയുള്ളവരെ പ്രേരിപ്പിക്കരുത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് എത്ര പേരോടുള്ള മറുപടിയാണെന്നറിയോ? ഈ മസ്താനിയും ലക്ഷ്മിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഹോമോഫോബിക് ആയിട്ടുള്ള, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിളമ്പുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണ പോലുമില്ല, പറഞ്ഞു നിൽക്കാൻ പോലും അറിയില്ല. ലക്ഷ്മി ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്ത് ബോധം ഉണ്ടായിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? അതിൽ എണീറ്റ് നിന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ സ്വാധീനിച്ച് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലുള്ള കാര്യമാണ്. അത് തിരിച്ചറിയുന്നത് അതിനുള്ളൊരു പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ്. ചിലപ്പോൾ കുറച്ച് ലേറ്റായി തിരിച്ചറിയുന്നവരുമുണ്ട്. അങ്ങനെ ഒരു സമയത്തെ തിരിച്ചറിയൂ. കൊച്ചു കുട്ടികളെ കാണിച്ചു, അല്ലെങ്കിൽ ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആളുകളെ കണ്ടു എന്ന് വിചാരിച്ചു എന്നാൽ എനിക്കും ലെസ്ബിയൻ ആയേക്കാന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് പോലീസാവാം പട്ടാളാവാന്ന് പറയുന്നൊരു പരിപാടിയല്ല. അവനവൻ്റെ സെക്ഷുവാലിറ്റിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. അതൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രായത്തിലേ അവർ മനസ്സിലാക്കുള്ളൂ. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആദിലെ നൂറെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഫാമിലിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ലക്ഷ്മിയുടെ പ്രശ്നം ലക്ഷ്മിയുടെ മകൻ ഇൻഫ്ലുവൻസ് ആകും എന്നുള്ളതാണ്. ആ തരത്തിൽ കുറേ പോസ്റ്റുകളും ആ സമയത്ത് ഇങ്ങനെ പല സ്ഥലത്തും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യലല്ല, ഇത് റിയലൈസേഷനാണ്, അവനവൻ്റെ തിരിച്ചറിവാണ്. ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഷോയിലിരിക്കുന്ന ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് ഹോമോസെക്ഷലാക്കി മാറ്റാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഇരുന്ന് പൊട്ടത്തരം പറയരുത്. അത് ലക്ഷ്മി ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് ആദില പറയുന്നത്. ഞാനത് കേൾക്കുമ്പോൾ ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും അവനവൻ്റെ എക്സിസ്റ്റൻസിനെ പോലും ചോദ്യം ചെയ്യുന്ന ആളുകളോട് ഇത്രയുമൊക്കെ മാന്യത ഒരു മനുഷ്യന് കാണിക്കാൻ പറ്റുമെന്നാണ് തോന്നിയത്. ലാലേട്ടൻ ആക്ച്വലി ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പൊക്കോ എന്ന് പറയുന്നത് പറ്റാവുന്നതിൻ്റെ ഏറ്റവും മാന്യതയിൽ പറയുന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്നവർക്കും കുഴപ്പമില്ല, നാട്ടുകാർക്കും കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്? ഇറങ്ങിപ്പൊക്കോളൂ ഷോയിൽ നിന്ന്. നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും രണ്ടുപേരും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നോർമലൈസ് ചെയ്യാൻ പാടില്ല. നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോനൊക്കെ വഴിതെറ്റും, ഞാനൊരു അമ്മയാണ്, ഇതൊക്കെയാണ് ലക്ഷ്മി മുന്നോട്ട് വെക്കുന്നത്. ലാലേട്ടൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാണിംഗ് ലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട്. ഇത്തരം കമൻറ്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വളരെയധികം പ്രശ്നമുണ്ടാവും. നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വീണ്ടും പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? നിങ്ങൾ ഈ ഷോയുടെ ഫണ്ടമെൻ്റലിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അത് ബിഗ് ബോസ് ഷോയുടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാട് അതാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയുടെ കാഴ്ചപ്പാട് അതാണ്. അതിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ലക്ഷ്മി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മസ്താനി അതിന് ഒത്താശ കൊടുക്കുന്നത്. ലോകത്തെമ്പാടും എത്രയോ ഭാഷകളിലായി, എത്രയോ രാജ്യങ്ങളിലായി, എത്രയോ സക്സസ്ഫുൾ ഷോകളിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറ്റാത്തത്? ഞാനൊരു അമ്മയാണ്, എൻ്റെ മകനും അമ്മയും ഒക്കെ വീട്ടിൽ ഈ ഷോ കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മയും മോനും ഒക്കെ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തർത്ഥത്തിലാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് നിങ്ങൾ ഇവരെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി വീണ്ടും പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല. ആദിൽ ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട്, അപ്പോൾ പിന്നെ കൊല്ലണോ ഞങ്ങളെ എന്നുള്ളതാണ്. അക്ബറിനോട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് കച്ചറ സ്വഭാവമാണിത് എന്നാണ് ലാലേട്ടനോട് അക്ബർ പറയുന്നത്. ഒനിയിൽ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് യൂണിവേഴ്സൽ കച്ചറയാണെന്നുള്ള കാര്യം. ഇത്രയും ലോകമൊക്കെ കണ്ട് UK പോയിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒനിയിൽ പറയുന്നതാണത്. ഒനിയിൽ പറയുന്നത് വളരെ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള, വളരെയധികം ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള, വല്ലാത്തൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണ് ലക്ഷ്മി എന്നാണ്. ഈ ഒരു കോൺവെർസേഷൻ നടന്നു പോകുന്ന സമയത്തെല്ലാം നൂറ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദിലയും ശ്രമിക്കുന്നുണ്ട് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ. ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച, ഇനി ആഗ്രഹമില്ലെങ്കിൽ ഓരോ മലയാളിയും പറഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത്. നൂറ സങ്കടപ്പെടേണ്ട കാര്യമില്ല. യെസ്, നിങ്ങൾ സങ്കടപ്പെടേണ്ട വിഷയമല്ല ഇത്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. തെറ്റ് ചെയ്തിരിക്കുന്നത് അവരാണ്, അവരത് തിരുത്താൻ പറ്റില്ലെങ്കിൽ ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തുടരാൻ അവർക്ക് അർഹതയില്ല. അത് കഴിഞ്ഞാണ് ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ കയറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അക്ബറിൻ്റെ വീട്ടിൽ നിൻ്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അക്ബറിൻ്റെ ഉമ്മ ഫോൺ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേ ലാലേട്ടൻ ചോദിക്കും നിങ്ങൾ കേട്ടോ, ഞങ്ങൾ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതിനുശേഷം ലക്ഷ്മി ഇരുന്ന് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പുറത്തൊരു ഓഡിയോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആരോ എന്തോ ഓഡിയോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു, ഇതൊക്കെ കേട്ടു എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഈ ഒരു കാര്യം പറയുന്നത്.
ലക്ഷ്മിക്ക് അറിയില്ല. ലക്ഷ്മി മസ്താനിക്ക് വേണ്ടി ഒനീലിനെ ഒരു മോശം ക്യാരക്ടറായി ചിത്രീകരിക്കുമ്പോൾ ലക്ഷ്മി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അക്ബറിൻ്റെ വീട്ടിൽ ഇവരെ രണ്ടുപേരെയും കയറ്റാൻ കൊള്ളില്ല എന്ന് അവൻ്റെ ഉമ്മ പറഞ്ഞു എന്നുള്ളത് ലക്ഷ്മി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആരോ പറഞ്ഞു, ലക്ഷ്മി അതങ്ങ് വിശ്വസിച്ചു. അപ്പോഴാണ് ഒനീൽ പറയുന്നത് യൂണിവേഴ്സൽ കച്ചറാന്ന്. ഇത്രയൊക്കെ കേട്ടിട്ടും തൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് റീതിങ്ക് ചെയ്യാൻ പോലും റീതിങ്ക് ചെയ്യാൻ സമയം വേണം ലാലേട്ടാ. ഞാനിത് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ എനിക്ക് ഒന്നുകൂടി പ്രോസസ്സ് ചെയ്യണം, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നോ ഒന്നുമല്ല ലക്ഷ്മി പറയുന്നത്. ഇവരിതിൽ പിടിയാലെ നിൽക്കുകയാണ്. ഞാൻ കമ്മ്യൂണിറ്റിക്കെതിരല്ലെങ്കിൽ അത് നോർമലൈസ്ഡ് ആവുന്നതിൽ എന്താണ് കുഴപ്പം? ലക്ഷ്മിക്ക് അങ്ങനത്തെ കൂട്ടുകാരുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഉണ്ട്. അവരെ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ ചെയ്യും. പക്ഷേ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ലോകം മുഴുവൻ അംഗീകരിച്ച ഓൾറെഡി നോർമലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോർമലായി നമ്മൾ കാണണം എന്ന് നമ്മൾ പലരെയും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് അൺലേണിംഗ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ലക്ഷ്മി വീണ്ടും വന്ന് വാദിക്കുന്നത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്താണ് ഈ ലെസ്ബിയൻ കപ്പിൾസ് അവരുടെ ഏറ്റവും പ്രൈവറ്റ് മൊമെൻറ്റ്സ് പ്രകടിപ്പിക്കുന്ന സ്ഥലമൊന്നുമല്ല ഇത്. അവരൊരു ടീമായി വന്നു, അവർ തമ്മിലുള്ള സ്നേഹമാണ്, ഇന്ന് ഈ നിമിഷം വരെയും അവർ തമ്മിലുള്ള സ്നേഹമാണ് ആ ഷോയിലൂടെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദിലയുടെയും നൂറയുടെയും പ്രണയം കാണുമ്പോൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹം കാണുമ്പോൾ, ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കാണുമ്പോൾ എല്ലാവരും കൊതിക്കുന്നത് ഇങ്ങനെ ഒരു പാർട്ട്ണറെയാണ്. അപ്പോൾ പോലും ഈ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള പെൺകുട്ടികൾ എനിക്ക് ഹോമോസെക്ഷൽ ആവണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല, ഇതുപോലൊരു പാർട്ട്ണറെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മാർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ആദില പറയുന്നതൊന്ന് കേട്ടു നോക്കേ. എല്ലാ റിലേഷൻഷിപ്പും സെക്ഷൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പരിപാടിയിൽ മാത്രമല്ല നിൽക്കുന്നത്, അത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, സ്നേഹത്തിലാണ് നിൽക്കുന്നത്. അതെല്ലാവരെയും ഒന്ന് മനസ്സിലാക്കിക്കണമായിരുന്നു. അവരപ്പോൾ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടിക്ക് വന്നതെന്ന്. അല്ല, റിലേഷൻഷിപ്പുകൾ നിലനിൽക്കുന്നത് സ്നേഹത്തിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒക്കെയാണ് എന്ന് പറയുന്നൊരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കാൻ. അവർക്ക് LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്ത് പറയാൻ സാധിച്ചു എന്നുള്ളതല്ല, മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ടുന്ന നല്ല സൗഹൃദത്തിൻ്റെ, നല്ല പ്രണയത്തിൻ്റെ, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവരെത്രയോ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. അതുപോലെ പക്ഷേ നോർമലൈസ് ചെയ്യാൻ പാടില്ല. എന്തോ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ലക്ഷ്മി പേടിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്ത് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണെന്ന് ലക്ഷ്മിക്ക് പറയാൻ പറ്റുന്നില്ല. അവസാനം സൈകിട്ട് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ മാറി നിൽക്കുന്ന, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ലോകത്ത് ഏറ്റവും നോർമലായിട്ടുള്ള, അല്ലെങ്കിൽ നോർമലായി പോവേണ്ടുന്ന ഒരു കാര്യത്തിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല വശത്തിനെ കുറച്ച് ആളുകൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മനസ്സിലാക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് പറ്റില്ല. നിങ്ങൾക്ക് പിന്നെ എന്താണ് നോർമലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഷോ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ പറയൂ. പറ്റൂല്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ഇതാണ് ലാലേട്ടൻ അവരോട് പറയാൻ ശ്രമിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, ആദില, നൂറ, നിങ്ങൾ സങ്കടപ്പെടരുത്, ഞങ്ങൾ കൂടെയുണ്ട്. ഒരു നാട് മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മനുഷ്യരായിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ലക്ഷ്മി, മസ്താനി ഇവരിവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. കാരണം ഇവിടെ തെറ്റ് എന്നൊന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള മിനിമം സെൻസ് കാണിക്കൂ എന്ന് ആ മനുഷ്യൻ, ഇത്രയും വലിയ മനുഷ്യൻ, അങ്ങേര് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മനുഷ്യൻ അവിടെ നിന്ന് നിങ്ങളെ രണ്ടുപേരും ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒരിക്കൽ പോലും ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ ലെസ്ബിയൻസിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, ഗെയ്സിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റികളെ എല്ലാവരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്മി സംസാരിച്ചു. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞു. അതും ലക്ഷ്മിക്ക് അറിയാത്ത ഏതൊക്കെയോ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവർ ഒരുമിച്ച് ജീവിക്കാൻ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ്, സ്നേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ലാത്തവരെന്ന് പറയുന്നത്, സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ പറ്റാത്തവരെന്ന് പറയുന്നത്, ജോലിയെടുത്ത് ജീവിക്കാത്തവരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജോലി എന്താണ് എന്ന് ലക്ഷ്മി കേൾക്കെ തന്നെ അവരെ കൊണ്ട് പറയിച്ചത്. ഇങ്ങനെയൊക്കെ ആളുകളെ മുദ്ര കുത്തുന്നത് ശരിയല്ല. ഞങ്ങൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നാടാണിത്. അതുകൊണ്ടാണ് അവരിവിടെ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാണ്. ഇവരെ ഇവിടെ ഇട്ട് ഇങ്ങനെ അധിക്ഷേപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ പോയിന്റ് വ്യക്തമാക്കുന്നത് കൊണ്ടാണ് ലക്ഷ്മി ഇന്നത്തെ ദിവസത്തിന് ശേഷവും ബിഗ് ബോസ് ഹൗസിലുണ്ട് എന്നറിയുമ്പോഴും ബിഗ് ബോസിനെ നമുക്ക് ചാട്ടവാറിനടിക്കാൻ തോന്നാത്തത്. നൂറ കരഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളല്ല കരയേണ്ടത് എന്നാണ്. അനീഷ് എണീറ്റ് എന്ന് പറയുന്നുണ്ട്, 40 ദിവസമായി ഞങ്ങളിവിടെ ഒരുമിച്ച്, ആ 40 ദിവസത്തിൽ ഒരു ദിവസം പോലും ഞങ്ങൾ അവരെ മാറ്റി നിർത്തിയിട്ടില്ലെന്നാണ്. ആ സമയത്ത് ലാലേട്ടൻ്റെ മറുപടി ഞങ്ങളും എന്നാണ്. ഞങ്ങളും മാറ്റി നിർത്തിയിട്ടില്ല. അത് പറയുമ്പോൾ ഓഡിയൻസിൽ നിന്ന് വന്നിട്ടുള്ളൊരു കയ്യടിയുണ്ട്. ആ കയ്യടി അതൊരു വലിയ പ്രതീക്ഷയാണ്, സന്തോഷമാണ്, അഭിമാനമാണ്. അത് ചില മാറാത്ത ദുർവാശികളുടെ, ദുർചിന്തകളുടെ കരണക്കുറ്റിയിൽ വന്ന് പതിക്കുന്ന കയ്യടിയാണ് എന്നും കൂടി പറഞ്ഞേ പറ്റൂ. ഓരോ ദിവസത്തെയും ബിഗ് ബോസ് എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയാറുള്ളതാണ്, ഇവരുടെ ആരുടെയും ഫാമിലിയെ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന്. അതുപോലെ ലക്ഷ്മിയുടെ കുട്ടിയെക്കുറിച്ചും അങ്ങനെ സംസാരിക്കേണ്ടി വരരുത് എന്ന് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിലുടനീളം ലക്ഷ്മി പറഞ്ഞത് എൻ്റെ മകനും കാണുന്നു, മകൻ വഴിതെറ്റും എന്നൊക്കെയുള്ളതാണ്. അക്ബർ എണീറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി എന്തിനാ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണേ? ലക്ഷ്മി ആ
വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ ആ കുട്ടിയുടെ ജീവിതം നന്നാവുമെന്നാണ്. ലക്ഷ്മി ആസ് എ മദർ അവരൊരു നല്ല അമ്മ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആ കുഞ്ഞിന് ഏറ്റവും നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉറപ്പാക്കി അവൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പകർന്നു കൊടുക്കുന്ന ഒരു നല്ല അമ്മ തന്നെ ആവട്ടെ. പക്ഷെ അപ്പോൾ പോലും ഇത്തരം ആശയങ്ങൾ, ഒരുപക്ഷെ പുരോഗമന സമൂഹം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുള്ള ഇത്തരം സന്ദേശങ്ങൾ ആ കുഞ്ഞിൽ കുത്തിവെക്കുകയാണെങ്കിൽ നാളെ ആ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നത് ഇത്തരം എല്ലാ ആശയങ്ങളെയും പേറുന്ന ഒരു സൊസൈറ്റിയിലാണ്. അവിടെ ആ കുഞ്ഞൊരു പക്ഷേ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത വരെയുണ്ട്. മാത്രമല്ല ഇത് വിദ്വേഷമാണെന്നേ. നിങ്ങൾ മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യൂല, അല്ലെങ്കിൽ മനുഷ്യരെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സമ്മതിക്കില്ല. എനിക്കത് നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് അങ്ങോട്ട് പറയാണ്. നിങ്ങൾ നോർമലൈസ് ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു, എനിക്കിപ്പോൾ ലെസ്ബിയൻ ആവാൻ പറ്റില്ല, ഓക്കെ ഫൈൻ, മനസ്സിലാക്കാം. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, ഫൈൻ, ജീവിച്ചോളൂ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അത് ഞാൻ അംഗീകരിക്കില്ല, അത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ സ്വൈര്യ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആശയങ്ങൾ അത് കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് വരാൻ പാടില്ല. ആൻഡ് അതിൻ്റെ കൂടെ ഒരാശയത്തെ പറഞ്ഞ് പ്രതിരോധിക്കാൻ വേണ്ടി ലക്ഷ്മി എടുത്ത് മുന്നോട്ട് വെക്കുന്നത് മാതൃത്വം എന്ന് പറയുന്നൊരു ഇമേജും എനിക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ളതൊക്കെയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് മുന്നിൽ കാണിച്ചിട്ട് ഒരു ആശയത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത് അതൊരിക്കലും ഒരു നല്ല ശീലമല്ല. കാരണം ബിന്നി ചോദിക്കുന്നുണ്ട്, 4 വയസ്സുള്ള കുട്ടി ഇത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവോ അതോ പാരൻറ്റിങ് കാരണം ഇൻഫ്ലുവൻസ് ആവുമോ എന്ന്. അതല്ലേ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ലക്ഷ്മിയുടെ കുഞ്ഞിനെ വിട്ടേക്കും. ലക്ഷ്മിയുടെ കുഞ്ഞിനെ ഈ വിഷയത്തിൻ്റെ ഭാഗമാക്കി, അത് ലക്ഷ്മിയോടും അത് തന്നെ പറയാനുള്ളത്. ഇങ്ങനൊരു വിഷയത്തിൻ്റെ ഭാഗമായി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ഇടരുതേ. ആ കുഞ്ഞിനെ വിമർശിക്കാൻ വേണ്ടി ആളുകൾ വിമർശനം, ഇമോഷൻ ഒക്കെ ചേരുമ്പോഴേക്കും പല രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ ഇതിൻ്റെ ഒന്നും ഭാഗമാക്കി തീർക്കരുതേ എന്നൊരു റിക്വസ്റ്റാണ് എല്ലാവരോടും കൂടിയായിട്ട് പറയാനുള്ളത്. നമുക്ക് ചർച്ച ചെയ്യാം, ആശയങ്ങളെ ചർച്ച ചെയ്യാം, പ്രതിരോധിക്കാം, എതിർക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെ അതിനിടയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു തരത്തിലും അതിനെ യൂസ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. പല കോണിൽ നിന്നും അത്തരം കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. ലക്ഷ്മി എന്ന് പറയുന്ന അമ്മ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ലക്ഷ്മിയുടെ മാതൃത്വത്തിനെ ഈ വിഷയവുമായി ചേർത്ത് അളക്കരുത് എന്നുള്ളതാണ്. അവരൊരു നല്ല അമ്മയായിരിക്കാം, കുഞ്ഞിനെ നന്നായിട്ടായിരിക്കും വളർത്തുന്നുണ്ടാവുക. ഈ ഒരു വിഷയവും ഈ ഒരു ഷോയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളും ഒന്നും ലക്ഷ്മി എന്ന അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റീസണായി കാണരുത്. ആ കുഞ്ഞിനെയും നമുക്ക് വെറുതെ വിടാം. അത് പറയുമ്പോൾ അതിലൂടെ ചേർത്ത് വെക്കാനുള്ളത് അവരുടെ വിവാഹ ജീവിതം, അവരുടെ ദാമ്പത്യ ജീവിതം, അല്ല അവരുടെ മൊത്തം പേഴ്സണൽ ലൈഫ്, അതിവിടെ എടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പലതും ചികഞ്ഞെടുത്തുകൊണ്ടും ഒക്കെ വരുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല ഇതിനെ വിമർശിക്കേണ്ടത്. ലക്ഷ്മിയുടെ ആശയങ്ങളെയാണ് ഇവിടെ വിമർശിക്കേണ്ടത്. തിരുത്തലുകൾ ഉണ്ടാവേണ്ടത് ലക്ഷ്മിയുടെ ആശയങ്ങളിലാണ്, അല്ലാതെ അവരുടെ പാസ്റ്റോ അവരുടെ കുടുംബജീവിതമോ അവരുടെ കുഞ്ഞിനെയോ ഒന്നുമല്ല നമ്മൾ തൊട്ട് കളിക്കേണ്ടത്. ആശയങ്ങളെക്കുറിച്ചുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമുക്ക് ആവശ്യം. അവരുടെ ഭാഗത്തുനിന്ന് പൊറുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുകയും അവരതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും അത്തരം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് മോഹൻലാൽ അടക്കം ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പല ആളുകളും പറഞ്ഞതുപോലെ ലാലേട്ടനും അവരുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കാമായിരുന്നു. അത്തരം ടോക്കിലേക്ക് അദ്ദേഹം അതിനെ കൊണ്ടുപോയില്ല. ആ ടോക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹം വിട്ടിട്ടില്ല. ഇതിനിടയിൽ ആദില അനിമോളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. LGBT കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയാമോ എന്ന് അനിമോളോട് ചോദിച്ചു എന്നുള്ളത് അത് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് അനിമോളോട്. ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യല്ല, നിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ്, ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഈ LGBT കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് അത്രേ അനിമോള് പറഞ്ഞത്. ആ മറുപടിക്ക് ലാലേട്ടൻ കൊടുത്ത മറുപടിയും അതിലെ പുച്ഛവുമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതറിയാത്തതുകൊണ്ടായിരിക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതിനുശേഷം ലാലേട്ടൻ പോയതിനു ശേഷമുള്ള ഗ്യാപ്പിലും ഇവർ ഈ കാര്യം ചോദിക്കുമ്പോഴും അനുമോള് പറയുന്നത് എനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, പുറത്തിറങ്ങിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്നുള്ളതാണ്. അതെന്താണ് ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത? പുറത്തിറങ്ങിയാൽ പറയുന്നൊരു കാര്യം, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ക്യാമറകളൊന്നുമില്ല, നാട്ടുകാരും അറിയാനും പോകുന്നില്ല. അനുമോള് പറയുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടാണെന്ന്. അങ്ങനെ പറയേണ്ടി വരുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന ഫാൻസിനെ ലൂസ് ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ സീരിയൽ, കുടുംബ പ്രേക്ഷകർ, ആ കാര്യം അക്ബർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവളുടെ ഫാൻസിൻ്റെ എണ്ണം കുറയും, അത് തന്നെ കാര്യം, അത്രേ ഉള്ളൂ. ഇതിനെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അനുമോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അനുമോൾക്ക് ആക്ച്വലി ഇത്രയും വലിയൊരു ഫാൻ സപ്പോർട്ടുള്ള മോഹൻലാൽ പറയുന്നുണ്ടോ, മലയാളത്തിൻ്റെ മോഹൻലാൽ പറയുന്നു ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അവരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവർ കരയേണ്ട കാര്യമില്ല, നമ്മൾ അവർക്കൊപ്പം നിൽക്കുമെന്ന്. അനുമോൾക്കത് പറയാൻ പറ്റുന്നില്ല. കാരണം അനുമോളുടെ ഫാൻ ബേസിലെ ഒരു വലിയ ടോക്സിക് ബിഹേവിയർ ഉള്ള ഫാൻസിനെ കുറിച്ച് അനുമോൾ അവെയർ ആയിരിക്കണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുമോൾ ആദിലെയും നൂറയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് വെളിവാക്കേണ്ടുന്ന ദിവസം അത് ഇന്നായിരുന്നു. ലാലേട്ടനോട് ആദിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ അനുമോൾ ചോദിക്കുന്നത് അതെന്തിനാ ഇപ്പോൾ ഇവിടെ എടുത്തിടുന്നത് എന്നുള്ളതാണ്. അത് ഇവിടെ അല്ലാതെ എവിടെ എടുത്തിടുക? നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത്? ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ഈ പറയുന്നതും മിണ്ടുന്നതും എല്ലാം ഇവിടെ ആളുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് ആളുകളിലേക്ക് എത്തും, അത് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നിങ്ങൾക്കൊന്നും പറ്റില്ല. ഇവിടെ നിങ്ങളൊരു മുഖം മൂടിയിട്ട് അഭിനയിക്കുന്നു, പുറത്തു പോയി പറയാൻ പാടില്ല. ആദിലെ ഇന്നാണത് പറയേണ്ടത്.
LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയില്ലെന്ന് ആദിലയും നൂറയും എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്ന അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് അവിടെ വെച്ച് അവർ അഡ്രസ്സ് ചെയ്യണം. ആ വിഷയം അവർ സംസാരിക്കണം. അത്തരം സംശയം നിങ്ങൾക്ക് ജെന്യുവനായിട്ടുള്ള സംശയങ്ങളുണ്ടാവും, എവിടെ ഇതൊക്കെ ശരിയാണോ എന്നൊരാൾ ചോദിക്കുന്നത് ഇസ് ഫൈൻ. അവർ തിരിച്ചതിനുള്ള മറുപടി പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആവില്ലേ എന്ന് പറയുന്ന ഒരു കുറ്റപ്പെടുത്തലല്ല അവിടെ ആവശ്യം. ഇതെന്താണ്, ഇത് ശരിയാണോ, എനിക്കറിയില്ല, എന്താ നിങ്ങളുടെ സംഭവം എന്താണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന അനുമോൾ ഈ എപ്പിസോഡിൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യും എന്ന് വരെ അറിയാവുന്ന ഒരാളൊക്കെ തന്നെയാണ് അനുമോൾ. പക്ഷെ അപ്പോഴും അനുമോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ ഇതേ എപ്പിസോഡിൽ ലാലേട്ടൻ അവരെ കളിയാക്കുന്നുണ്ട്. ആക്ച്വലി മുഖത്ത് നോക്കി പൂച്ചിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി കിടന്ന്, അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഇതങ്ങ് വലുതായി പോകുമൊന്നുമില്ല എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതിനോടൊപ്പം പറയുന്ന അനുമോളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അദ്ദേഹം എടുത്ത് മുന്നോട്ടിടുകയാണ് ചെയ്തത്. വാങ്ങിക്കുന്ന കാശിന് ഇവിടെ കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ഒപ്പമുള്ള, ഞാൻ കണ്ടൻറ്റ് കൊടുക്കും എന്നൊക്കെയാണ്. ഇന്നായിരുന്നു അനുമോളുടെ ഏറ്റവും നല്ല കണ്ടൻറ്റ് ഡെലിവറി ചെയ്യപ്പെടാൻ പോകുന്ന ദിവസം. അത് അനുമോൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അനുമോളുടെ കണ്ടൻറ്റ് എന്താണ്? കുറച്ച് സദാചാരം, കുറച്ച് കുത്തിത്തിരിപ്പുകൾ, അതുപോലെ ആളുകളെ ആക്രമിക്കുക, ആളുകളെ വ്യക്തിഹത്യ ചെയ്യുക. ഇതൊക്കെയാണ് അനുമോളുടെ ഗെയിം എന്ന് നമ്മൾ, അല്ലെങ്കിൽ അനുമോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി ലാലേട്ടൻ പറഞ്ഞ പോലെ അറിയില്ലായിരിക്കും എന്നാണെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് പറയൂ. അവരെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അവരെ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എപ്പോൾ പുറത്താവുന്നു അതിന് മുമ്പ് നിങ്ങൾ സപ്പോർട്ട് അറിയിക്കണം. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിലൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടൻ ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ലക്ഷ്മിയെ പിടിച്ച് പുറത്താക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. മനുഷ്യന്മാരത് കൂടുതൽ മനസ്സിലാക്കും. മലയാളികളുടെ ഉള്ളിലേക്ക് അത് ശരിക്കും പതിയും. അപ്പോൾ പോലും എന്തുകൊണ്ട് ലാലേട്ടൻ ലക്ഷ്മിയെ പുറത്താക്കിയില്ല എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഒനിയിൽ അർഹിച്ചിരുന്ന ഒരു കാര്യം ലാലേട്ടൻ പറഞ്ഞത്. ഞാനത് വീണ്ടും പറയുന്നു, ഒനിയിൽ അർഹിച്ചിരുന്നത് തന്നെയാണ്. ഒനിയിലിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ട്, നമ്മളത് നാളെ സംസാരിക്കാം. ഇന്ന് വരെ ലാലേട്ടൻ വേറൊരാളുടെ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം എൻ്റെ മനസ്സിലുണ്ട്, നമുക്കത് സംസാരിക്കാം എന്ന് എണീപ്പിച്ച് നിർത്തിയിട്ട് ആ വിഷയത്തിന് അഡ്രസ്സ് ചെയ്തിട്ടില്ല. പ്രതികരിക്കാനും കുറ്റം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മസ്താനിയെ ഞാൻ നാളെ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഒനിയിൽ എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും ഒരു വലിയ മുറിവുണ്ട്. അയാൾക്കുണ്ടായ ഒരു കടുത്ത അനീതിയുണ്ട്. ആ അനീതി ചോദ്യം ചെയ്യപ്പെടണം. അതിന് കൃത്യമായ ഉത്തരം കിട്ടിയേ പറ്റൂ. ഒനിയിൽ, നിങ്ങൾ അർഹനാണ്. നിങ്ങളുടെ പ്രശ്നം കൃത്യമായി ഞാൻ പഠിക്കും. നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ വിഷയം ഞാൻ ചർച്ചയ്ക്ക് വെക്കും. നമ്മളിതിലൊരു തീരുമാനം ഉണ്ടാക്കും എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. എനിക്ക് ഭീകര റെസ്പെക്റ്റ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ലാലേട്ടനെ കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാൻ തോന്നി. ഒനിയിൽ അത് അർഹിക്കുന്നുണ്ട്. ഒരു നിരപരാധി അത് അർഹിക്കുന്നുണ്ട്. നിങ്ങളും ഇവിടെ കേൾക്കപ്പെടും. നിങ്ങളുടെ വിഷയത്തിന് അങ്ങനെ ഞഞ്ഞാ വർത്താനം പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കുന്നില്ല എന്ന് ഒനിയിലിന് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിലാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം ലക്ഷ്മിയെ പിടിച്ച് പുറത്താക്കിയില്ല എന്ന്. കാരണം ഒനിയിലിൻ്റെ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിൽ വരുന്നത് മസ്താനിയും ലക്ഷ്മിയും തന്നെയായിരിക്കും. അതിൽ ഒന്നാം സ്ഥാനം ലക്ഷ്മിക്കാണ്. മസ്താനിക്ക് ഒരു സംശയമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു ക്ലീൻ ചീറ്റൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ള മസ്താനിയുടെ പിന്നീടുള്ള കോൺവെർസേഷൻ കേൾക്കുമ്പോൾ അവിടെ വീണ്ടും ഒരു പരിഗണന കൊടുക്കേണ്ട ആളെന്നുള്ള തട്ടിടിയുന്ന പോലെ തോന്നി. ബട്ട് സ്റ്റിൽ അവർക്കത് സംശയമാണ്. ആ സംശയവും തീർത്തു കൊടുക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ വിഷയത്തിനെ ഏറ്റവും ജഡ്ജ്മെൻ്റലായി എടുക്കുകയും ഒനിയിൽ പറഞ്ഞതുപോലെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ വെച്ചുകൊണ്ട് ഒനിയിലിനെ ഇത്രയും മോശക്കാരനായി ചിത്രീകരിച്ച ലക്ഷ്മി ചോദ്യം ചെയ്യപ്പെടണം. അവർ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കപ്പെടണം. അതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഒനിയിലിന് ലാലേട്ടൻ കൊടുത്ത സ്പേസ്, ഒനിയിലിന് കൊടുത്ത അഷ്വറൻസ്, ദാറ്റ് മാറ്റേഴ്സ്. വൈൽഡ് കാർഡ് എൻട്രീസിലെ മറ്റൊരാളെ കുറിച്ച് കൂടി പറയണം. അത് പ്രവീണാണ്. പ്രവീൺ ആക്ച്വലി ഇന്ന് എണീറ്റ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ, അതായത് ലക്ഷ്മി ആദിലയും നൂറയും കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ട്രിഗേർഡ് ആയിപ്പോയി, ഞാൻ സംസാരിച്ചു എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ലക്ഷ്മിയും മസ്താനിയും തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, അന്നങ്ങനെ ട്രിഗേർഡായിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ, അതങ്ങനെയല്ല പ്രവീൺ, അത് മാറ്റി പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. നമ്മളും അന്നത്തെ ദിവസം അങ്ങനെ ഒരു കോൺവെർസേഷൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ ട്രിഗേർഡായി പ്രവീൺ ലക്ഷ്മിയോട് സംസാരിച്ചിരുന്നെങ്കിൽ അതൊരു വൻ കോൺവെർസേഷൻ ആയിരുന്നെങ്കിൽ ആക്ച്വലി ദാറ്റ്സ് എ കണ്ടൻറ്റ്, അത് എയർ ചെയ്യപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു സാധനം അവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഓഡിയൻസിൻ്റെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളൊരു ധാരണ കിട്ടുമ്പോൾ അതിനനുസരിച്ച് മാറ്റി പറയുന്നതാണ്. ഇപ്പോൾ അനുമോളുടെ സദാചാര പോലീസിങ് പരിപാടി, അതിൽ ജിസേലിനെയും ആര്യനെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനോട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പ്രവീൺ ലാലേട്ടൻ വന്നപ്പോൾ സംസാരിച്ചത്. പക്ഷേ ഈ വിഷയം നല്ലോണം പുകച്ചു കൊടുക്കുന്നതിൽ പ്രവീണിനൊരു വലിയ പങ്കുണ്ട്. ആര്യൻ്റെ അടുത്ത് പൊതപ്പ് എന്ന് പറഞ്ഞ് അയാളെ കളിയാക്കിയത് പ്രവീണാണ്. അങ്ങനെ ഒരു ക്ലിയർ ഡബിൾ സ്റ്റാൻഡ്, അല്ലെങ്കിൽ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, അനീഷ് പറഞ്ഞതുപോലെ അയാൾ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് പുള്ളി സംസാരിക്കും എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. പിന്നെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ചിരിക്കുമ്പോൾ 100 വാട്ട് ബൾബ് ഇട്ടതുപോലെയാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലാണ്. പക്ഷേ ആ സ്മൈല് മാത്രമേ ഉള്ളൂ, അത് സാബുമാനാണ്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതാണ് ലാലേട്ട, ഇതാണ് ലാലേട്ട,
ആ ഒരു ചിരിയായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിം കാണാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. സാബുമാൻ്റെ ഈ ഗെയിമിലുള്ള ഈ നിലപാടുകളും ഈ ഒരു മെല്ലപ്പോക്കൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനോടാണ് പറയാനുള്ളത്, സാബുമാനെ ഈ ഗെയിമിലേക്ക് റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സാബുമാനെ നമുക്ക് സെലക്ട് ചെയ്യാം, ഇയാളൊരു നല്ല കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടാവുമല്ലോ, ആ സ്റ്റാഫിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണമെന്നുള്ളതാണ്. അത് സാബുമാൻ മോശമായതുകൊണ്ടല്ല, സാബുമാൻ്റെ ഈ ഗെയിമിലുള്ള പെർഫോമൻസ് അത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേയും കൂടി സ്ട്രോങ് ആയി പ്രതികരിക്കുമായിരുന്ന, കുറേയും കൂടി സ്ട്രോങ് ആയി കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന നല്ലൊരു ഗെയിമറെ നമുക്കവിടെ മിസ് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ അവസരം അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വേറെ രണ്ടുപേരെയും കൂടി എടുത്തിട്ടുള്ള ആളുകളെ നമ്മളിവിടുന്ന് പറഞ്ഞു വിടേണ്ടതാണ്. കാര്യം വിഷക്കുപ്പി കൊണ്ടുപോയി നമ്മൾ പായസത്തിൻ്റെ നടുക്കൊഴിച്ച പോലത്തെ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ സാബുമാൻ ആസ് എ ഗെയിമർ അയാളേക്കാൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഗെയിമർ അവിടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാബുമാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാവുകയും അയാൾ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുകയും വേണം. ഒരു സന്തോഷമുള്ളത് അയാൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നില്ല, ആരുടെയും വീട്ടിൽ പോയി ചീത്ത വിളിക്കുന്നില്ല, ആരുടെയും ജെൻഡറിനെയും സെക്ഷുവാലിറ്റിയോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. നല്ല മനുഷ്യനാണ്. ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് അയാളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ ദിസ് ഈസ് എ ഗെയിം. നമ്മൾ നല്ല മനുഷ്യന് നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. കുറച്ചും കൂടി ലൗഡായി സംസാരിക്കുന്ന, കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന, നിലപാടുകൾ അവതരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരാളെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിനിടയിൽ ഈ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ചില ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡുകൾ, അതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ കാണാം. അനീഷിനോട് അദ്ദേഹം പല തവണ പല രീതിയിൽ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കൂ, അനീഷിൻ്റെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അവിടെയുള്ള പല ആളുകൾക്കും അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അനീഷ് ആക്ച്വലി അകത്തേക്ക് പോകുമ്പോൾ ഒരു കോമണർ ആയിരുന്നെങ്കിലും ഇന്ന് അയാളൊരു കോമണർ അല്ല, അയാൾ ഒരു ചെറിയ സെലിബ്രിറ്റിയാണ്. സിനിമാ താരങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ അതൊക്കെ വെച്ചുകൊണ്ട് റീലും ഷോർട്സും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ, സ്കിറ്റുകൾ ചെയ്യുന്ന അവസ്ഥയിൽ, അത് കേൾക്കുമ്പോൾ ഏതൊരാളും ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അനീഷിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി. ആക്ച്വലി ഈസ് എ സെലിബ്രിറ്റി നാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിട്ട് നല്ല സൗഹൃദങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത് അനീഷ് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണ്. ചെറിയ ചെറിയ കുറവുകളും കുഴപ്പങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് തിരുത്തിയെടുത്താൽ, ഇപ്പോൾ ഷാനവാസ് അദ്ദേഹത്തിൻ്റെ പുറകെ കിടക്കുന്നു, ഷാനവാസിൻ്റെ ചിരിയിലും ഷാനവാസ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എനിക്കൊരു ആത്മാർത്ഥത ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അനീഷിനും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെയൊക്കെയോ ആ സൗഹൃദം അനീഷ് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അയാളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം, ആരെയും വിശ്വസിക്കില്ല എന്ന് പറയുന്ന സാധനത്തിൽ പുള്ളി വീണ്ടും ഉറച്ചു നിൽക്കുന്നു. അനീഷ് ഈ ലക്ഷ്മി മസ്താനി എഗെയിൻസ്റ്റ് ആദില നൂറ വിഷയമൊക്കെ വരുന്ന സമയത്ത് ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ട്, കൂടെ നിൽക്കണമെന്നുണ്ട്. അന്ന് ഈ വിഷയം ഇവർക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ മനസ്സിൽ ആ കുരുട്ട് ബുദ്ധിയെക്കുറിച്ച് മസ്താനി തുടക്കത്തിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, ലാലേട്ടൻ അത് ഞങ്ങളുടെ കുരുട്ട് ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ ആണ് എന്നുള്ളത്. ലാലേട്ടൻ വളരെ സരസമായി പറയുന്ന മറുപടി, കുരുട്ട് ബുദ്ധി അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിപ്പോൾ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. മസ്താനിക്ക് അത് ചിരിക്കാനുള്ളൊരു വിഷയമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ പുറത്തുനിന്ന് ഗെയിം കാണുന്ന നമുക്കറിയാമല്ലോ ലാലേട്ടൻ എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന്. അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലുള്ള കുരുട്ട് ബുദ്ധിക്കാരെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, കുറ്റക്കാരെ എടുത്ത് മുന്നിലേക്ക് വെക്കുന്ന സമയത്ത്, അതിനോടൊപ്പം അനീഷിൻ്റെ സൗഹൃദങ്ങളെ എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചുകൂടി ലാലേട്ടൻ സൂചിപ്പിക്കുന്നുണ്ട്. അനീഷിൻ്റെ സൗഹൃദങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകൾ തുറന്നിടാൻ ലാലേട്ടൻ പറയുന്ന സമയത്ത് ലാലേട്ടൻ അത് ഭയങ്കര രസമായിട്ടാണ് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ട് ഞാനൊരു ഹായ് പറഞ്ഞാൽ തിരിച്ച് ഹായ് പറയണേ എന്നുള്ളതാണ്. ആരാണ് ചോദിക്കുന്നത്? ലാലേട്ടനാണ് ചോദിക്കുന്നത്. അപ്പം അനീഷ് യെസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ ചില സൗഹൃദങ്ങളെ കൂടി ലാലേട്ടൻ ചർച്ചയ്ക്കെടുത്ത് വെക്കുന്നുണ്ട്. അതിൽ ആദ്യം ചോദിക്കുന്ന അനുമോളോടാണ്. അനുമോൾ ആദിലയും നൂറയുമായിട്ട് ചോദിക്കുമ്പോൾ സൗഹൃദത്തിലാണ്, അതെന്താ പെട്ടെന്നൊരു സൗഹൃദം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അക്ബർ പറയുന്ന സെൻറ്റൻസ് ഭയങ്കര രസമാണ്. അവളുടെ സൗഹൃദങ്ങൾ സീസണലാണ് ലാലേട്ട എന്നാണ് പറയുന്നത്. നമ്മളും ആ സീസണൽ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ശൈത്യകാലമായിരുന്നു, അതിനുശേഷം ആദില നൂറ കാലമാണ്, ഇപ്പോൾ അതൊരു മസ്താനി കാലമാണ്, അത് കഴിഞ്ഞ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്ന ഒരു പ്രവീൺ കാലമാണ്. പക്ഷെ അപ്പോഴും ആദിൽ ഇതിനെ മാനേജ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആദിലയും നൂറയും ഇവർ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം അനുമോൾ പറയും എന്നുള്ളത് കൃത്യമായിട്ട് ആദിലേക്ക് അറിയാം. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അനുമോളെ പുറകെ നടന്ന് ചൊറിയുന്നത് പോലെ സ്നേഹത്തിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതുപോലെ ലാലേട്ടൻ്റെ അടുത്ത് ഇവൾക്ക് LGBT കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്ത് അല്ല എന്ന് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്തിട്ട് സംസാരിച്ചത് അതൊക്കെ ഒരു ഭയങ്കര നല്ല മൂവായിരുന്നു. അല്ലെങ്കിൽ അനുമോൾ കുറച്ച് മാറിയിരുന്ന ഒരു ക്യാമറയുടെ മുമ്പിൽ കണ്ണീര് അഭിനയിച്ചിട്ട് പറയും, എന്നാലും ലാലേട്ട വന്നപ്പോൾ അവളെ ഒറ്റിക്കൊടുത്തു, വേറെ ആര് ഒറ്റിക്കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല, നീ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്നൊക്കെ അനുമോൾ കുറച്ച് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെയും ഇവരെ ഇങ്ങനെ
വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമോളുടെ ഓരോ നമ്പറാണ്. ആദിൽ അതിനെ ഗംഭീരമായിട്ട് ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. അടിപൊളി. മറ്റൊരു സൗഹൃദം ചൂണ്ടിക്കാണിക്കുന്നത് ആര്യൻ ജിസൈൽ സൗഹൃദമാണ്. അപ്പം ആര്യൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജിസൈലിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആര്യനൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ടല്ലോ. അതിനെ പലരും വിമർശിക്കുന്നതിനെ കുറിച്ച് ആര്യം പറഞ്ഞത്, നമ്മളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണല്ലോ, അപ്പം നമുക്കൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാകും. ആ ബോണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മുടെ ഉള്ളിൽ നിന്നൊരു എനർജി വന്നിട്ട് നമ്മളിതിനെ റെസിസ്റ്റ് ചെയ്ത് പോകുന്നതാണ്, അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യമാണ് ആര്യൻ അവതരിപ്പിക്കുന്നത്. അത് കേട്ട് അഭിലാഷ് ഒനിയിൽ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിലാഷ് പറയുന്നത്, ഈ അവരുടെ സൗഹൃദം പോലെ കേൾക്കുന്നതെല്ലാം അല്ലെങ്കിൽ പറയുന്നതിനെല്ലാം കൂടെ നിൽക്കുക എന്നുള്ളതല്ല, ഞങ്ങളിങ്ങനെ ഓരോ തെറ്റുകളുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തിരുത്താറുണ്ട് എന്നാണ് അഭിലാഷ് ചേർത്ത് വെക്കുന്നത്. പക്ഷേ ലാലേട്ടനൊന്നും എതിർത്തിട്ടില്ല, എന്നാലും നമ്മളതൊന്നും കാണാറില്ല കേട്ടോ. ഒനിയിൽ വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുന്ന സമയത്തോ അഭിലാഷ് വളരെയധികം ട്രിഗേർഡായി സംസാരിക്കുന്ന സമയത്തോ ഒനിയിൽ മാറിയുന്ന അഭിലാഷിനോടോ അഭിലാഷ് മാറിയുന്ന ഒനിയിലിനോടോ എടാ അങ്ങനെയൊന്നും സംസാരിക്കരുത്, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോശമാണ് എന്ന് പറയുന്നൊരു ഉപദേശം കൊടുക്കുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആര്യനും ജിസയിലുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ വ്യത്യാസം തെറ്റുകൾ തിരുത്തുന്നതാണ് എന്ന് പറയുന്ന പോയിന്റ് പറയുമ്പോൾ ബിന്നി ഒരു കൈയടിക്കുന്നുണ്ട്. ബിന്നി ആക്ച്വലി ആര്യൻ ജിസയിൽ കോമ്പിനേഷൻ കൊണ്ട് ആകെ മൊത്തത്തിൽ ഇറിറ്റേറ്റ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഈ ദിവസം നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പരിപാടിയിലും ആര്യനും ജിസയിലും കൂടി കിച്ചണിൽ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട് കിച്ചൺ ടോപ്പ് അവിടെ ആ വർക്കിംഗ് ഏരിയ ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. ജിസയിൽ എന്തോ കുക്ക് ചെയ്യായിരുന്നു, അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് ആര്യനെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബിന്നി പറയുന്നത് ജിസയിലിന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹെൽപ്പറെങ്കിലും ചെയ്യുന്നതാണ്. അത് ആര്യനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തു, ആര്യം ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ബിന്നിക്ക് ആക്ച്വലി ആ ഒരു കോമ്പിനേഷനോടൊരു എതിർപ്പുണ്ട്. മുൻ ദിവസങ്ങളിലൊക്കെ ഡിസ്കഷൻസിലൊക്കെ ബിന്നി അത് എടുത്തിടുന്നുണ്ട്. അക്ബർ പറയുന്നത് അപ്പാനി ആയിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരോടും ഒരുപോലെയാണെന്നാണ്. സാബുമാൻ വീണ്ടും എണീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 വാട്ടിൻ്റെ ബൾബ് കത്തിച്ചിട്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞാൽ ഒനിയിലിൻ്റെയും അഭിലാഷിൻ്റെയും ഒക്കെ പേരുകളും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. പിന്നെ എണീപ്പിച്ച് നിർത്തുന്നത് നെവിനെയാണ്. നെവിനും അനുമോളും നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് എൻ്റെ ബാനറിൽ മോഷ്ടിക്കുകയാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ അനുമോളുടെ അടുത്ത് പ്രവീണിനെ കുറിച്ചോ പ്രവീണിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് അനുമോളോടോ അങ്ങനെ സംസാരിച്ചില്ല. പൊതുവേ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തൊക്കെ വരുമ്പോൾ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുമല്ലോ. പക്ഷേ പുറത്തുനിന്നൊരു ഡിസ്കഷനായി. ഈവൻ ബിഗ് ബോസ് ഹൗസിനകത്ത് സാബുമാൻ അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയിൽ അനുമോൾ പ്രവീൺ കോംബോ ഒരു ചർച്ചയാവുന്നു എന്നുള്ളത് അത് ലാലേട്ടൻ ഇട്ട് കൊടുത്തില്ല. അല്ലെങ്കിൽ ലാലേട്ടൻ അനുമോളെ വിളിച്ച് ചോദിക്കുകയോ പ്രവീണിനെ വിളിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെന്തിനായിരിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ആ കോൺവെർസേഷൻ്റെ ലാസ്റ്റ് ലാലേട്ടൻ അനീഷ് വാതിലുകൾ തുറന്നിട്ടിരിക്കൂ എന്ന് പറഞ്ഞൊരു ചെറിയ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഒന്ന് തിരിയും. ആ തിരിയണ സമയത്ത് പുള്ളി കണ്ണുകൊണ്ട് ഒരു സൈറ്റ് അടിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്. എത്രയോ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും രസകരമായിട്ടുള്ള കുസൃതി നിറഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ ആ എക്സ്പ്രഷൻ, അതിൽ ആക്ച്വലി ഞാൻ വീണുപോയി. അതൊരു ഭയങ്കര രസമായിരുന്നു. അതിനെക്കുറിച്ച് ഷാനവാസും അവിടെ ബിഗ് ബോസ് ഹൗസിലുള്ളവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒരിക്കൽ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സുഖമുണ്ട്. എന്തായാലും അതിനുശേഷം നോമിനേഷനിൽ വന്നിട്ടുള്ള ആളുകളെയൊക്കെ ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. ആ എണീപ്പിച്ച് നിർത്തുന്നതിൽ അക്ബറും ബിന്നിയും സേവ്ഡ് ആണെന്ന് പറഞ്ഞ് അവരെ ഇരുത്തിയ ശേഷം ബാക്കിയുള്ളവരിൽ ആരാണ് പുറത്തു പോകാന്നുള്ളത് നമുക്ക് നാളെ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ആക്ച്വലി ലക്ഷ്മിയുടെയോ മസ്താനിയുടെയോ എവിക്ഷൻ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് അവരെ എവിക്റ്റ് ചെയ്യാൻ പാടില്ല, ഇന്ന് അവരെ പുറത്താക്കാൻ പറ്റില്ല. കാരണം അവിടെ നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, അത് ഒനിയിലാണ്. ഒനിയിലിന് വേണ്ടി അവിടെ ഒരു സംസാരം ഉണ്ടാവണം, ചർച്ച ഉണ്ടാവണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് മറ്റ് എപ്പിസോഡുകളെ അപേക്ഷിച്ച്. പക്ഷേ ഒരു വൈറൽ കട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാവരും കാണും. ഒനിയിൽ മസ്താനിയോട് മോശമായി പെരുമാറിയോ ഇല്ലയോ എന്നുള്ളത് ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. പക്ഷേ ആ വീഡിയോ ക്ലിപ്പുകൾ കണ്ടിട്ടുള്ളവർ മറ്റ് എപ്പിസോഡുകളിൽ എവിടെയെങ്കിലും ലക്ഷ്മി മാപ്പ് പറഞ്ഞാൽ അത് കാണില്ല. പക്ഷേ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ബഹുഭൂരിപക്ഷം ആളുകളും കാണും. അവിടെ വെച്ച് തന്നെ മാപ്പ് പറയാനാണെങ്കിൽ ലക്ഷ്മി ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതിന് ലക്ഷ്മി ആണെങ്കിലും മസ്താനി ആണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു മാതൃകയാണ്. അവരെ ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ തൂക്കിലേറ്റിയിട്ട് ഒരു ഗംഭീര പ്ലെയറെ ഒഴിവാക്കിയിട്ട് നമുക്കിഷ്ടമുള്ളൊരു പ്ലെയറെ ജയിച്ച് കാണാൻ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായിട്ടുണ്ട്. ആ തെറ്റിന് മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവണം. ഇനി അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് എവിക്റ്റായി പോകുന്നതിന് മുമ്പെങ്കിലും ലക്ഷ്മിയോ മസ്താനിയോ മാറി ചിന്തിക്കുകയാണെങ്കിൽ. കാരണം എന്താ അറിയോ, നമുക്കിവരാരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് മാത്രമല്ല, ഇവരുടെ ഒക്കെ ജോലി, ഇനിയുള്ള കരിയർ ഒക്കെ ബാധിക്കപ്പെടുന്ന ഒന്നാണ് ഇത്രയും ഒരു മനുഷ്യത്വ വിരുദ്ധമായ സമീപനമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്നുള്ളത്. അതിൻ്റെ ഒന്നും പേരിൽ ഇവരില്ലാതാവണമെന്നോ ഇവരുടെ കരിയർ ഇല്ലാതാവണം, ഇവരുടെ കുടുംബം ഇല്ലാതാവണം, ഇവരെ എല്ലാവരും വെറുക്കണം എന്നൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അൾട്ടിമേറ്റ്ലി മനുഷ്യരൊക്കെ തിരുത്തി ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ നമ്മുടെ ചിന്താധാരകളെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ് ഒരു എയിം എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, ഇവരുടെ ചിന്താ
ചിന്താരീതികൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ തിരുത്തപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാതൃകാപരമായ ശിക്ഷ എന്നുള്ള ടേം തന്നെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്ക് എന്ന് പറഞ്ഞാൽ പോരെ. ലാലേട്ടൻ പോലും അങ്ങനെ പറയുന്നില്ല. കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് മാതൃകകളാണ്, നല്ല അനുകരണീയമായ മാതൃകകളാണ് ഉണ്ടാക്കപ്പെടേണ്ടത്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്, ലാലേട്ടൻ എങ്ങനെ അത് പെർഫോം ചെയ്യും എന്നുള്ളത് അത് നമുക്ക് നാളെ അറിയാം. അപ്പോൾ നമുക്ക് ബാക്കി നാളത്തെ ദിവസം സംസാരിക്കാം എപ്പിസോഡ് കണ്ടിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.